എന്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട നിങ്ങളുടെ ആമീനാണ് വിലയുള്ളത്. റബ്ബേ, ഇത്രയും ജനങ്ങളിൽ ആമീൻ പറയുന്ന ഒരാളെങ്കിലും പരിഗണിച്ചുകൊണ്ട് അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കല്ലാ. മൂന്നാമത് സക്കീർ എന്ന കൂട്ടുകാരനാണ്, എന്റെ പ്രിയ കൂട്ടുകാരനാണ്. അല്ലാഹുവേ, എന്റെ പ്രിയ സ്നേഹിതനാണ് പടച്ചവന്. ആ സ്നേഹിതന്റെ മക്കളെ അനുഗ്രഹിക്കല്ലാ. അവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തില്ലെങ്കിൽ പോലും എന്നും അവർക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. എന്നാൽ ഇതിലൊരാളാകാ കഴിയുന്നില്ല ഉസ്താദേ. അല്ലാഹുവേ, ആ സഹോദരന് സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണയല്ല. വെച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിൽ ബറക്കത്ത് കൊടുക്കണയല്ല. മാതാപിതാക്കളെ അനുഗ്രഹിക്കല്ല. മക്കളെ ഒരിക്കലും ക്യാൻസർ രോഗികളാക്കല്ല അല്ല. വൃക്ക തകരാറ് കൊടുക്കല്ല അല്ല. ആ പ്രിയപ്പെട്ട മക്കളെ യതീമാക്കല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവരെ, ആ സഹോദരന്റെ കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയുണ്ട് റബ്ബേ. ആ രോഗിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമാറ് അതിൽ നിന്ന് മോചനം കൊടുക്കുക അല്ലാ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. സല്ലി അലൻ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുപോയത്, പുന്നാര നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത്, സ്വന്തം ഭാര്യ അരികിലുണ്ടായിരുന്നിട്ട് അതിനെ മറന്ന് വ്യഭിചാരത്തിന് പോയവരാണ്. 6 വിഭാഗം. ഒരു ചോദ്യവും അവരോടില്ല. സിത്തത്തുൻ യദ്ഖുലൂനൻ നാറ ബിഗൈരി ഹിസാബ്. ഒരു ചോദ്യവുമില്ല, ഒന്നുമില്ല, നേരെ ഡയറക്റ്റ് നരകം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 6 വിഭാഗത്തിന് അങ്ങനെയുള്ള ഭയാനകരമായ രംഗമാണ് അള്ളാഹു കൊടുക്കുന്നത്. ഭയാനകരമായ രംഗം 6 വിഭാഗത്തിന് അങ്ങനെയാണ്. ഇത് കേൾക്കാതെ പിരിയരുത്, ഇത് കേട്ടേ പറ്റൂ. ഈ 6ൽ ഒരാൾ പോലും ആകാൻ നീ മനസ്സുകൊണ്ട് കരുതി പോകരുത്. അങ്ങനെയുള്ള ഒന്നിൽ പെട്ടുപോയെങ്കിൽ ഈ സദസ്സിലിരുന്നു കൊണ്ട് കൽബ് പൊട്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കണം. സിത്തത്തുൻ യദ്ഖുലൂനൻ നാറ ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ 6 വിഭാഗത്തിന് നരകം നിർബന്ധമാ. കിതാബ് നോക്കണ്ട, നന്മ തിന്മ തൂക്കി നോക്കണ്ട, ഒന്നും വേണ്ട. അവരെ കണ്ടാൽ മതി. അത്രയ്ക്ക് തെമ്മാടികളാണ്, അത്രയ്ക്ക് ധിക്കാരികളാണ്. കണ്ടാൽ മതി, അപ്പോഴേ നരകത്തിലേക്ക് അല്ലാഹു കടത്തിവിടുകയാണ്. ഒന്നാമത്തെ വിഭാഗമാരാ? ഒന്നാമത്തെ വിഭാഗം വല്ലഅനിയാഉ ബിൽ ബുഖ്ലി. ലുബ്ധതയുള്ള പണക്കാരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂ. അവരുടെ തെറ്റിനെ കുറിച്ച് ചോദിക്കൂല, തെറ്റിനെ കുറിച്ച് അവരോട് പറയൂല. അവരെ നേരെ തന്നെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഒന്നും ചോദിക്കൂല. ആരാണ്? അല്ലാഹ് പണം കൊടുത്തവരാണ്. അള്ളാഹുവാണ് പണം തന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ പോക്കറ്റിൽ 5000 രൂപയുണ്ടെങ്കിൽ, 10000 രൂപയുണ്ടെങ്കിൽ അതെനിക്ക് ആ കാക്ക തന്നതാണ്, ഈ ഇക്ക തന്നതാണ്, ആ ഉമ്മ തന്നതാണ് എന്ന് പറയുന്നവന് ഈമാനില്ല. അല്ലാഹ് തന്നതാ. നിന്റെ പോക്കറ്റിലുള്ള സർവ്വതും അല്ലാഹ് തന്നതാ. ഒരു നാണയത്തൊട്ടുൾപ്പെടെ സർവ്വതും 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 അല്ലാഹു തന്നതാണ്. ആ പടച്ചതമ്പുരാൻ തന്ന പണം ഒരാവശ്യത്തിന് ചെലവഴിക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് കൊടുക്കൂല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നവൻ. ഈ ഹദീസ് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ദൈലമി റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തമായ സ്വഹീഹായ ഹദീസാണ്. വയ്യ ഹദീസുൻ സ്വഹീഹുൻ എന്ന് ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഒന്നാമത്തെ വിഭാഗം വല്ലഅനിയാഉ ബിൽ ബുഖ്ലി. ലുബ്ധതയുള്ള സമ്പന്നവർഗമോ അല്ലാഹു പണം കൊടുത്തിട്ട് ലുബ്ധത കാണിക്കുന്നവരാണ്. ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന സമ്പാദ്യമിതാ, ഞങ്ങൾക്ക് നീ തന്ന പണമിതാ. ബാക്കിയുള്ള വിഭാഗത്തെ പറയുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക. ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുക അല്ലാ. ഇന്ന് പ്രഭാഷണം തുടങ്ങിയിട്ട് ഒരൽപ്പം സമയം പോലും നിർത്താതെ, വെള്ളം കുടിക്കുന്നതിന് പോലെ സമയം മാറ്റിവെക്കാറ്, എല്ലാം മറന്നുകൊണ്ട് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് പ്രഭാഷണത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നവര് നരകത്തിന്റെ ഒരു പാസ് പോലെ കൈനീട്ടി വാങ്ങുന്നവരായി നമ്മൾ മാറാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഡയറക്റ്റ് നരകം. ചോദ്യമില്ല, ഒന്നുമില്ല.
കിതാബും തരൂല, തൂക്കി നോക്കൂല, ഒന്നുമില്ല. ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ നേരിട്ട് നരകം. പണം അള്ളാഹു നമുക്ക് തരും, ചിലപ്പോൾ പൂർണ്ണമായിട്ടെടുക്കും, വസ്തുവും വീടൊക്കെ വിറ്റ് ചികിത്സിക്കേണ്ടി വരും. ഇത് അള്ളാഹുവിന് എന്ത് ചെയ്യാം? അത് പടച്ചവൻ്റെ സ്വത്താണ് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നലെ ഇവിടെ നിങ്ങളെല്ലാവരും കൂടി 1,00,000-ലധികം രൂപയാണ് പാവപ്പെട്ടവർക്ക് നിയ്യത്ത് ചെയ്ത് ബക്കറ്റിലിട്ട് കൊടുത്തത്. ഇവിടുത്തെ സംഘാടകർ ഇന്ന് വരുമ്പോൾ അള്ളാഹുവേ പടച്ചവനെ, നാളെ നിന്റെ നരകത്തിലേക്ക് ഡയറക്റ്റ്, ചോദ്യമില്ല, വിചാരണയില്ല, ഒന്നുമില്ല. 6 വിഭാഗത്തിൽ ഒന്നാമതൽ അഗ്നിയാഉ ബിൽ ബുഖ്ലി, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തരുത് റബ്ബേ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ ലുബ്ധനല്ല. അള്ളാഹുവിനോട് പറയാൻ, നീ തന്ന പണം കണ്ടുകൊണ്ട് അള്ളാഹുവെ ഞാൻ ലുബ്ധ കാണിക്കൂല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് നരകത്തീയുടെ ആളിപ്പടരുന്ന നരകത്തീയെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും വലിച്ചെറിയരുത് എന്ന ഒറ്റ നിയ്യത്തോടെയാണ് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, ഈ മനോഹരമായ വേദിയിൽ വന്ന് ഇത്രത്തോളം ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാൻ കൊതിയോടെ കാത്തിരിക്കുമ്പോ ഈ സരസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് എല്ലാം മറന്നുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ലുബ്ധന്മാരുടെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് സ്വതക്ക ചെയ്യുന്നവരെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ അവർക്ക് ധാരാളം സമ്പത്ത് സ്വതക്ക ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത കൊടുക്കല്ലാ. അവരെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കല്ല, അവരെ നൊമ്പരങ്ങളെ നീക്കിക്കൊടുക്കല്ല. ആളി പടർന്നുകൊണ്ടിരിക്കുന്ന നരകത്തീയെ തൊട്ട് അല്ലാഹുവേ ഈ സ്വതക്ക ചെയ്യുന്ന ഞങ്ങളെ കാത്തുരക്ഷിക്കല്ല. സല്ലി അലൻ നബി മുഹമ്മദ്. നമുക്ക് ലുബ്ധതയില്ല എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു സ്വതക്ക കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ആഖിറ ലോകത്ത് പടച്ചവനെ 100, 500, 1000 ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ ഒരിക്കലും ഒന്നും ചോദിക്കാതെ അത്ര വൃത്തികെട്ടവരായി നരകത്തിലേക്ക് നീ വലിച്ചെറിയല്ല അല്ലാ. വിശാലമായ സരസാണ്, ഏത് ദുആയ സ്വീകരിക്കുന്നതെന്നറിയില്ല. നല്ല മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് സ്വതക്ക ഇട്ട് കൊടുക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. വേഗം സംഘാടകർ ആ വിഷയത്തിൽ ഒന്ന് ജാഗ്രത കാണിക്കണം. ഏറ്റവും പുറകിൽ നിന്നും സൈഡിൽ നിന്നും മുമ്പിൽ നിന്നും വളരെ വേഗം 5 മിനിറ്റിനകത്ത് ബക്കറ്റ് കളക്ഷൻ കഴിയണം. ആ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിഷയത്തെ അത് ബാധിക്കും. തുടങ്ങിയില്ലേ? വേഗമാവട്ടെ, വേഗം വേഗം. ഇന്നലെ ഒരുപാട് പേര് പരാതി പറഞ്ഞു, ഞങ്ങൾ മധ്യഭാഗത്തിരുന്നത് കൊണ്ട് ഉസ്താദേ ഞങ്ങളുടെ കയ്യിലേക്ക് ബക്കറ്റുകൾ എത്തിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇടാൻ വെച്ചിരുന്ന പൈസ കൂടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നിർബന്ധമായി. കാരണം ബക്കറ്റ് കളക്ഷൻ മാത്രമല്ല, ഇപ്പോൾ എരമംഗലത്തെ സംഘാടകർ ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്, ഉസ്താദെ നമ്മുടെ അവിടെ പിരിവെന്ന് പറയുന്ന സംഭവമില്ല, പിന്നെ വേണമെങ്കിൽ ബക്കറ്റ്, അത് നിർബന്ധമില്ല, അത് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാനാണ്. പിരിവ് ഒരാളോടും 1 രൂപ പോലും ചോദിച്ചു വാങ്ങുന്ന പരിപാടി ഇവിടെ ഇല്ല. അള്ളാഹു ആ നല്ല സംഘാടകർ അനുഗ്രഹിക്കട്ടെ. ഇവർ മോശക്കാരെന്നല്ല, ഇത്രയും ജനങ്ങൾ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതൊരു വിജയമാണല്ലോ. ഈ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഫ്രണ്ടിൽ ബക്കറ്റ് എത്തിയിട്ടില്ല. കുറച്ച് പേരെ കൂടി വേണോ ആള്? അത് നമുക്ക് പരിഹരിക്കാം ഇൻഷാ അല്ലാഹ്. വേഗം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രിയപ്പെട്ട സദസ്സിൽ നല്ല മനസ്സോടുകൂടി 100, 200, 500, 50, 1000 ഒക്കെയായി പേരും അഡ്രസ്സും ഒന്നുമില്ല, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സിൽ കരുതി റബ്ബിനോട് പറയാം. അങ്ങനെ ചെയ്യുന്ന സ്വതക്കയാണ്. ഓരോ സദസ്സിലും ഓരോരുത്തർ വന്ന് വ്യക്തമായി നിയ്യത്തോടു കൂടി സ്വതക്ക ചെയ്യുകയും ആ നിയ്യത്തിൽ തന്നെ കബൂലായി ഈ സദസ്സിൽ നിന്ന് പോവുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ധാരാളം ഇതര മതങ്ങളിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കാണ്, അതിൻ്റെ കൂട്ടത്തിൽ അത് വേഗം നടക്കട്ടെ. സാധു പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിലേക്ക് ചോദിച്ചില്ല ഞാൻ, എങ്കിലും അൽഹംദുലില്ലാഹ് ഒരു സ്വർണ്ണ മോതിരം
സംഭാവന നൽകിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യണം. ബഷീർ എന്ന കൂട്ടുകാരൻ്റെ പെങ്ങളാണ്. ഏകദേശം നല്ല വലിയൊരു സ്വർണ്ണമോതിരമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോൾ ആ ഒരു വലിയ നിയ്യത്തുണ്ട്. സനു എന്ന് പറയുന്ന മകന് കണ്ണിന് കാഴ്ച കുറവാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി മൊത്തത്തിൽ ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം കൊടുത്തയച്ചു. സഹോദരിമാരോട് സ്വർണ്ണമൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള തുക 5000, 10000, 6666 ഒക്കെ പറയാനുണ്ടെങ്കിൽ സഹോദരിമാരുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു കൊടുത്തയക്കുക. ബക്കറ്റിൽ കാര്യമായി സ്വതക്ക ഇടുക. അതായിരിക്കണം ഏറ്റവും നല്ല നമ്മുടെ ഇന്നത്തെ സ്വതക്ക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, കോടത്തൂരിലെ പ്രിയപ്പെട്ട സംഘാടകരും മനസ്സുകൊണ്ട് നെയ്യപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാധുവാര പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സ്വർണ്ണമോതിരം എടുക്കണമെന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് ബഷീർ എന്ന സുഹൃത്തിൻ്റെ സഹോദരൻ്റെ പെങ്ങൾ ചെയ്ത സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കല്ല, എല്ലാ നൊമ്പരങ്ങളും നീ നീക്കിക്കൊടുക്കല്ല. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരിയുടെ കുടുംബത്തിലുള്ള ആ സഹോദരിയുടെ കുടുംബത്തിലുള്ള സർവ്വരോഗികളുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കരുണക്കടലായ അല്ലാ, ഭർത്താവിന് ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. ഈ മനോഹരമായ സരസിലേക്ക് ഈ സ്വർണ്ണമോതിരം തന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് നാദാ, ഇതിന് പകരമായി എല്ലാ നിലയിലുള്ള വിജയവും നീ കൊടുക്കണേ അല്ലാ. സ്വർണം ഇവിടെ പിരിവില്ല എങ്കിലും ചോദിക്കാതെ തന്നതായതുകൊണ്ട് ദുആ ചെയ്യാണ്. നിർബന്ധമായിട്ട് ചോദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. കാരണം എല്ലാവരും പറയുന്ന സ്വർണം പിരിച്ചാൽ പകുതി ബാക്കവിക്കും പകുതി സംഘാടകർക്കും. 1,00,000 രൂപ പിരിച്ചാൽ 30,000 ബാക്കവിക്കും 70,000 സംഘം. തിരിച്ച് പറയാം, എന്തായാലും പറയല്ലേ. 70,000 എനിക്കൊന്ന് പറയാത്ത എന്താ, എത്ര മോശമാക്കില്ലല്ലോ. പറയുമ്പോൾ ഇച്ചിരി കൂടുതൽ പറയും, കേൾക്കാനൊരു സുഖം വേണ്ടേ അല്ലേ? ആരോപണങ്ങൾ ഏറെയുണ്ട് ലോകത്ത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരും കുറ്റം പറയാത്ത ഒരു പ്രഭാഷകൻ്റെ പേര് ഒന്ന് പറയാൻ പറ്റും? ഒന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മതി. അത് ഏത് പുണ്യ മഹാത്മാവാണെന്ന് ഞാനൊന്ന് അറിയട്ടെ. കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രഭാഷകർ ആരും ഒരു കുറ്റവും പറയൂല, പരിഹസിക്കൂല, ആക്ഷേപിക്കൂല. അങ്ങനെയുള്ള ഒരാൾ, ഇച്ചിരിയെങ്കിലും ആക്ഷേപം കുറവുള്ള ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാ? പഞ്ഞാറോട് സ്വരാജോ? പ്രഭാഷകൻ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ. AP വിഭാഗത്തിൽപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചാൽ EK വിഭാഗത്തിൽപ്പെട്ടവർ കളിയാക്കും, EK വിഭാഗത്തിൽപ്പെട്ടവർ പ്രസംഗിച്ചാൽ AP വിഭാഗത്തിൽപ്പെട്ടവർ കളിയാക്കും. മുജാഹിദ് തന്നെ 4 ഗ്രൂപ്പുണ്ട്. ജിന്നുള്ളതുണ്ട്, ജിന്നില്ലാത്തതുണ്ട്, വാദ കൂടിയതുണ്ട്, കൂടാത്തതുണ്ട്. അവരിൽ ഒരാൾ പ്രസംഗിച്ചാൽ മറ്റേ ആൾ കളിയാക്കും. പിന്നെ തബലീഗുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. അവർ പരസ്പരം ആരെയും അംഗീകരിക്കൂല, പരസ്പരം കുറ്റം പറയും. പിന്നെ ജനങ്ങൾ, അവർ പരസ്പരം പറയുന്നത് പോട്ടെ, ജനങ്ങളോ നിങ്ങളെല്ലാവരും പോയി കേൾക്കും. എങ്ങനെയുണ്ട്? നന്നായിന്ന്. ഇത് വണഞ്ഞിട്ട് എങ്ങ് പോകും. ഇത് തന്നെ എങ്ങനെയുണ്ട്? അതൊക്കെ ചുമ്മാ സംഘടന വളർത്താരുടെ ഇല്ലാതെ. ബാക്കിയുടെ സദസ്സിൽ നല്ല ആളുണ്ടല്ലോ, അത് ഒരു ട്രിക്കാണ് അല്ലേ? അള്ളാഹുവേ, ഇതിന് സമയമില്ല പറയാൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിനിടയിൽ ഈ മാങ്ങാത്തൊലിയൊന്നും പറയാനുള്ള നേരമില്ല. അതുകൊണ്ട് പറയാത്തതല്ല, പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് നല്ലപോലെ പറഞ്ഞു കയറ്റാനൊക്കെ അറിയാം. അതിനുള്ള സമയമില്ല. വിഷയം ഒന്നും ആയിട്ടില്ല, ഇഷ്ടംപോലെ പറയാനുണ്ട്, സമയം തീരാറായി. അതുകൊണ്ട് അതിലുള്ള ചർച്ചയിലൊന്നും വരാത്ത. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. മതി. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ പറയണം അസ്സലാമു അലൈക്കും. നമ്മളെ ഉസ്താദിനെ നമുക്കറിയാം, നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണമെന്നില്ല കേട്ടോ. പറഞ്ഞങ്ങ് വിട്ടേക്ക്, അത്രയേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ ദുആരക്കാം. ഞാനുമായി അടുത്ത് ഇടപഴകിയവർക്ക് എന്നെക്കുറിച്ചറിയാം. ഇന്ന് വരെ പരിപാടി നടത്തിയ സംഘാടകരിൽ ഒരാൾ പോലും സാമ്പത്തിക ക്രമക്കേടിൻ്റെ വിഷയത്തിൽ ഒരു പരാതി പോലും എന്നെക്കുറിച്ച് പറയൂല. സംഘാടകരിൽപ്പെട്ട സംഘാടകരിൽ തന്നെ മെയിൻ സംഘാടകരല്ലാതെ കുറച്ച് പേരുണ്ടാവും. ഈ അവസാനമൊക്കെ വന്ന് പെട്ടെന്നൊരു ബാഞ്ചൊക്കെ കുത്തി അവരറിയൂല മുസ്ലിയാർ എങ്ങനെയാ പോയത്, മുസ്ലിയാർ എങ്ങനെയാ വന്നത്. അപ്പോൾ ചെന്നിരിക്കും ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? പൊള്ളും ബക്കറ്റ് മൊത്തം കൊണ്ടുപോയടേ. ഞാനൊരു ബക്കറ്റും കണ്ടില്ല. ഞാൻ ബാഡ്ജൊക്കെ കുത്തി അവിടെ ചെന്നപ്പോൾ ഫുള്ള് കാലിയായി, മൊത്തം ബാക്കവി കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർ പറയും, അത് നിങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനുള്ള തൗഫീക്ക് തരട്ടെ. ഈ ഇരിക്കുന്ന സഹോദരിമാരോട് ക്യാൻസർ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച്, എനിക്ക് സ്വർണം വേണമെങ്കിൽ
എനിക്കാണെന്ന് പറഞ്ഞൊരു വാക്ക് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന സഹോദരിമാർ നിങ്ങളൊന്നും തരൂല എന്ന് പറയണ്ട, വല്ലാഹി തന്നിരിക്കും. എനിക്കങ്ങനെ ചോദിക്കാനുള്ള ഗതികേട് അള്ളാഹു തരാതിരിക്കട്ടെ. രോഗം വന്നുപോയാൽ ചോദിക്കേണ്ടി വരും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എനിക്കുറപ്പാണ് അള്ളാഹു എനിക്കങ്ങനെ തരില്ല. കാരണം ഒരുപാട് രോഗികൾക്ക് വേണ്ടി കിഡ്നി തകരാറ് ബാധിച്ചവരെ കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ വാതു പറഞ്ഞിട്ടുണ്ട്. അതും ഒരുപാട് ദൂരത്തല്ല, നിങ്ങളുടെയൊക്കെ നാടിനടുത്ത. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോൻ അങ്ങനെ പിരിവ് നടത്തി കുടുംബം പുലർത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ പ്രസംഗിച്ചിവിടെ പോയപ്പോൾ ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറയാം, ഉസ്താദേ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മുസല്ല വിരിച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ സ്വലാത്ത് ചെല്ലുകയാണ്. നാളെ ഉസ്താദിൻ്റെ ശബ്ദത്തിനൊരു തകരാറും വരാതിരിക്കാൻ വേണ്ടി ദുആരക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം, ഈ വിനീതൻ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഈ ലോകത്തെ സമ്മാനം ആ കുഞ്ഞു മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന മാത്രമാണ്. ഒരു ഉമ്മ പറഞ്ഞു, കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മ, ഇന്ന് കണ്ടതാ സ്കാരത്തഴമ്പുള്ള ഉമ്മ, എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഉസ്താദിനെ ഞാൻ മോനെ എന്ന് വിളിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ പ്രസവിക്കാത്ത ഒരു ഉമ്മ, പ്രസവിച്ച ഉമ്മയെപ്പോലെ നൊമ്പരപ്പെട്ട് ദുആ ചെയ്യുന്ന ഒരു ഭാഗ്യം എനിക്ക് അല്ലാഹു തന്നെങ്കിൽ ആരോപണങ്ങൾക്ക് പുല്ലുവിലയാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആ സ്നേഹം മരിക്കുന്നത് വരെ അല്ലാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രമേ പറയാനുള്ളൂ. ചോദിച്ചില്ല ഒരു സ്വർണ്ണമോതിരം കൂടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ അല്ലാ, ഈ സ്വർണ്ണമോതിരം തന്ന വ്യക്തിയെ അനുഗ്രഹിക്കല്ലാ. എന്ത് ആഗ്രഹമാണോ മനസ്സിലുള്ളത്, എന്താവശ്യമാണോ മനസ്സിലുള്ളത്, അല്ലാഹുവേ ഇത് തന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നടത്തിക്കൊടുക്കുക അല്ലാ. ഒരുപാട് ദുആയൊക്കെ ഇൻഷാ അല്ലാഹ് സമാപനം. സമയം നമുക്ക് വളരെ കുറവ്, വിഷയം കുറച്ചുകൂടി നല്ലപോലെ പറയാനുണ്ട്. ഫഹദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സ്വതക്ക ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയെന്ന് പിന്നീട് ഞാൻ പറയാം. 25,000 രൂപ തന്ന സഹോദരൻ മകന് വേണ്ടിയും മദനി ഉസ്താദിന് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മദനി ഉസ്താദിന് വേണ്ടി എപ്പോഴും ദുആ ഇറക്കുന്നതാണ്. ഈ സദസ്സിൽ പ്രത്യേകിച്ച് ആ സഹോദരൻ പറഞ്ഞതിന് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യുമെന്നറിയിക്കും. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അവരാ. അള്ളാഹു അല്ല പണം തന്നത്, എൻ്റെ കഴിവ് കൊണ്ടാണ് പണം ഉണ്ടാക്കിയതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവനെ പട്ടിണിക്കിടാൻ അള്ളാഹുവിന് കഴിയും. അന്നേരം എൻ്റെ കഴിവ് കൊണ്ടാ പട്ടിണിയാന്ന് അവൻ പറയൂലല്ലോ. എത്രയോ പേരെ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്, എത്രയോ പേരെ. പണമെന്ന് പറയുന്നത് വരുന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോകും. ഒരുപാട് പേര്, അത് ചരിത്രം തെളിവാണ്. സഅലബത്തിനെ നിങ്ങൾക്കറിയില്ലേ? സഅലബത്തിനെ അറിയില്ലേ പ്രിയപ്പെട്ടവരെ? ഉടുതുണിക്ക് മറുതുണിയില്ല, നിത്യവൃത്തിക്ക് വകയില്ല, പട്ടിണിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ പുന്നാരൻ നബി തങ്ങൾ കൊടുത്തു ഒരു ആടിനെ കയറോടുകൂടി കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയി ജീവിച്ചു. വളർന്നു വലുതായി ആട് ഓഫീസായി. ആട് ഓഫീസ്, ആടിനെ ബുക്ക് ചെയ്യണം, ഓഫീസ് തുടങ്ങി. എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ ഏക്കർ കണക്കിന് മരുഭൂമികളിൽ ആടിനെ മേയാൻ പറഞ്ഞു വിട്ട വലിയ മുതലാളിയായപ്പോൾ പള്ളി വരാൻ നേരമില്ല. നിസ്കാരത്തിന് നബി തങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല. മറ്റത് ഉടുക്കാൻ മുണ്ടില്ലെങ്കിൽ കഴുകിയിട്ട് ഉണക്കി ഉടുത്തോണ്ട് വരുന്നവനാ നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാൻ. ഇന്ന് കാണുന്നില്ല. എന്തേ കാരണം? ഓഫീസിൽ സമയക്കുറവാണ്, കാശ് കൂടിപ്പോയി, പവർ കൂടിപ്പോയി, അതുകൊണ്ട് ടൈമില്ല. അവസാനം എന്തു പറ്റി? അർഹതപ്പെട്ട സക്കാത്ത് പോലും കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറയട്ടെ, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്ത് തൗബ പറയുകയാണ്. ബിസ്മി പറഞ്ഞുകൊണ്ട് ഓതാൻ പാടില്ലെന്ന് പറഞ്ഞ സൂറത്ത് തൗബ. എന്തുകൊണ്ടാ ബിസ്മി ഓതാ പാടില്ലാത്തതെന്നറിയോ? അദാബിനെ കുറിച്ച് പറയുന്ന, യുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന, ശിക്ഷകളെ കുറിച്ച് പറയുന്ന, ഓതിക്കൊണ്ടിരുന്ന അല്ലാഹു ഇത്രത്തോളം ശിക്ഷ കൊടുക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന അധ്യായത്തിൽ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, കാരുണ്യവാന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന വാക്ക് പറയാൻ പാടില്ല. കണ്ടോ, അതാണ് അല്ലാഹു അത്രത്തോളം
പടച്ചതമ്പുരാൻ അദാബ് കൊണ്ട് മനുഷ്യനെ നിറയ്ക്കുകയാണ്. ആ പടച്ച റബ്ബ് പറയുന്നു, ആർക്കും കൊടുക്കാതെ എൻ്റെ പണം, എൻ്റെ സ്വത്ത്, എൻ്റെ സ്വർണം, ഇങ്ങനെ എൻ്റെതെന്ന് പറഞ്ഞ് വാങ്ങി കൂട്ടി അടുക്കി വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദരി പറയുന്നു, എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവസാനം നോക്കിയ ഒരു നോട്ടം, അല്ലോ ഞാൻ പേടിച്ചു പോയി. എന്നെയാ നോക്കിയത്? എന്തിനാ നോക്കിയതെന്നറിയോ? അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോൾ ഇളയ മോള് പോയിട്ടേ ഉമ്മാടെ കാതിലൊറ്റ പിടി, നല്ല അടിപൊളി ഗോൾഡാണ്, നല്ല വിലപിടിപ്പുള്ള, നല്ല ഭാരമുള്ള, ഒന്ന് ഉരച്ച് കളയാനില്ല. ബാക്കിയുള്ള മക്കൾ ഊരിയെടുക്കുമോ എന്ന് പേടിച്ച് ഇളയ മോള് വന്ന് ഉമ്മാടെ കാലൊക്കെ തടവി, കൈ തടവി, പതുക്കെ മുകളിലോട്ട് വന്ന് അസ്രായിൽ താഴെ പിടിക്കുന്നു, മോളി പിടിക്കുന്നു, ഒറ്റപ്പിടി. ആ പിടി പിടിച്ചപ്പോ ഉമ്മ ഒരു നോട്ടം ഇങ്ങനെ കണ്ണുരുട്ടി മോളെ. ഉടനെ മോള് പറയാ, അവസാനം നോക്കിയ നോട്ടം, എൻ്റെ ഉമ്മ എന്നെ അവസാനം നോക്കിയ കൽബ് പൊട്ടിപ്പോയി അല്ലേ? ഇങ്ങനെ നോക്കുന്ന ഉമ്മമാരെ തൊട്ടല്ല നമ്മളെ കാക്കട്ടെ. മക്കള് വലിച്ചു പറച്ചു കൊണ്ടുപോകും, ഉമ്മ എന്നവർ നോക്കൂല. നീ പൊന്ന് സൂക്ഷിച്ചു വെച്ച് കൊണ്ട് നടക്കുമല്ലോ, കണ്ണടയാൻ കാത്തിരിക്കുകയാ മക്കൾ. ആരും എത്ര സ്വത്തുള്ളവനാണെങ്കിലും 500 രൂപ കളഞ്ഞു കിട്ടിയാൽ അംബാനിയാണെങ്കിൽ എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകും. വേണ്ടെന്ന് ഒരുത്തനും പറയൂല, ആരും പറയൂല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മുടെ മക്കളൊക്കെ നമ്മൾ ശരിക്കും കൊടുത്തു വളർത്തി. എത്ര നിങ്ങൾ കൊടുത്താലും, സ്വർണം കൊണ്ട് മൂടിയാലും, സ്വർണത്തിൻ്റെ ഒരാണി കളഞ്ഞു പോയാൽ നിലവിളിച്ച് കരയും. അതാണ് പെണ്ണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ആർക്കുമൊന്നും കൊടുക്കാതെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചവരെ അവരോട് പറയും നബിയേ, അവർക്ക് ഭയാനകരമായ ശിക്ഷയുണ്ട്. ചോദിച്ചപ്പോൾ 25,000 വേണ്ടി ചാടി എഴുന്നേറ്റവരെ, നിങ്ങൾക്ക് ഈ ശിക്ഷയില്ല. കാരണം നിങ്ങൾ കൊടുക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് എഴുന്നേറ്റത്. ആലോചിക്കാൻ പോലും നിന്നില്ല. 1 ലക്ഷവും 2 ലക്ഷവും കൊടുക്കാനുള്ളവരുണ്ട്. അവരെ അത് ചോദിക്കുമ്പോൾ അനങ്ങാതിരിക്കും. അറിയാതെ എങ്ങാണം അനങ്ങി പോയാലോ അതും വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കും. വാക്ക് ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയാം. അളയാ അരങ്ങാണ ഉൾപ്പെടെ ഊരിയെടുക്കാൻ കഴിവുള്ളവനെ മിണ്ടാതെ ഇറക്കി പിടിച്ചോളാൻ പറയാം. അങ്ങനെ ഒന്നും ഇവിടെ നീ കൊടുക്കേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഞാൻ പറയാൻ, ഒരു പരീക്ഷണമാണിതൊക്കെ. എന്നെ കൊണ്ടല്ല അങ്ങനെ പറയിപ്പിച്ചിട്ട് നിങ്ങളിൽ ചിലരെ അല്ല ഞൊട്ടി നോക്കുകയാണ്, അനങ്ങോ കുലുങ്ങോ. അങ്ങനെ അല്ല, പാറ പോലെ ഇരിക്ക റബ്ബേ, അത് മതി. അള്ളാഹ്ക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ, കുലുങ്ങുന്നവനാണെങ്കിൽ കുലുങ്ങുന്നവനെ, ആടുന്നവനാണെങ്കിൽ ആടുന്നവനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഒരു പരീക്ഷണം തരാമെന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനയുറ്റ ശിക്ഷ അവർക്കുണ്ടെന്ന് പറയുക. എന്താണ് വേദനയുറ്റ ശിക്ഷ എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, കത്തിക്കാളുന്ന നരകത്തിലിട്ട് ചൂട് പിടിപ്പിക്കുകയാ. ഫതുഖ്വാ ബിഹാ ഹിബാഹും വജുനൂബുഹും വളുഹൂറുഹും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അർഹതപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാത്ത, പാവപ്പെട്ടവർക്ക് കൊടുക്കാത്ത സ്വത്ത് കൊണ്ട് ജീവിക്കുന്നവരെ അതിന് പകരമായിട്ടതാ നരകത്തിലിട്ട് ചൂട് പിടിപ്പിക്കുകയാ. അത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കഴുത്തിലില്ലേ, അർഹതപ്പെട്ട പാവപ്പെട്ട അനാഥ കുട്ടിയുടെ കല്യാണത്തിന് 1 പവന്റെ സ്വർണത്തിന് വേണ്ടിയിട്ട് അനാഥ കുട്ടിയെയും കൊണ്ട് മാറാവ് പള്ളികൾ തോറും തെണ്ടുമ്പോ 100 പവന്റെ ആഭരണം കൊണ്ട് ഭർത്താവിന്റെ പൾസറിന്റെ പുറകിലിരുന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന പൈങ്കിളി പെണ്ണേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, രക്ഷയില്ല പെണ്ണ്. അല്ലാഹുവിന്റെ കോടതിയിലോ നരകത്തിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് നിന്നെ ചൂട് പിടിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതുഖ്വാ ബിഹാ ഹിബാബുഹും വജുനൂബുഹും വളുഹൂറുഹും. നിങ്ങളുടെ 2 പാർശ്വഭാഗങ്ങളില്ലേ, നിങ്ങളുടെ പുറകു ഭാഗമില്ലേ, നിങ്ങളുടെ മുൻഭാഗമില്ലേ, അത് മുഴുവനും അധോ നരകത്തിന്റെ ഭയാനകരമായ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പറഞ്ഞ നാരം തലല്ലോ, ആ തീ കൊണ്ട് അല്ലാഹു ചൂട് പിടിപ്പിക്കുകയാ. എന്നിട്ട് കൊണ്ടുവന്ന് നിന്റെ ശരീരത്ത് അത് വെച്ച് പിടിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അത് നിനക്ക് തരുമെന്നാണ്. ഡയറക്റ്റ് നേരെ
നേരെ നരകത്തിൽ. ഒന്നും ചോദിക്കുന്നില്ല, തൂക്കി നോക്കുന്നില്ല, അളന്നു നോക്കുന്നില്ല, കിതാബിൽ പേര് നോക്കുന്നില്ല. നേരെ സ്വർഗത്തിൽ പൊയ്ക്കോ, നേരെ നരകത്തിൽ പൊയ്ക്കോ. അള്ളാഹു നേരെ സ്വർഗത്തിൽ പോകാൻ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെയുണ്ട് വിഭാഗം, അതിവിടെ പറയാൻ പറ്റൂല. അത് 26, 27 തീയതികളിൽ ജീവിതം സാക്ഷി പറയുന്നു. കൊളത്തൂരെന്ന് പറയുന്ന സ്ഥലത്ത്, മൂർക്കനാടിനടുത്ത് കൊളത്തൂരെന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതം സാക്ഷി പറയുന്നു. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതെന്താണ് അത് മുഴുവനും അവിടെ പറയും 2 ദിവസം കൊണ്ട്. ആരാണ് ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേക്കുന്നത്, ആർക്കാണ് ഖബർ ആ പരലോകത്ത് ആദ്യമായി വസ്ത്രം കൊടുക്കുന്നത്, ആരാണ് പുറകിൽ കൊടി പിടിച്ചുകൊണ്ട് ഖബറിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്, ആരാണ് നന്മയിൽ ഏറ്റവും അധികം ഭാരമുള്ളവരാകുന്നവർ, ആരാണ് സിറാത്തിൽ നിന്ന് കാലുവഴുകുന്നത്, എന്താണ് സിറാത്ത്, എന്താണ് ഹൗദുൽ കൗസർ, എന്താണ് മീസാൻ, അങ്ങനെ ക്രമമായി തയ്യാറ് ചെയ്തു വെച്ചിരിക്കുന്ന പഠനാർഹമായ വിഷയം. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. അവിടെ വിചാരണയില്ലാതെ കുറച്ച് ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നവർ പറയുന്നുണ്ട്. വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന ഒന്നാമത്തെ വിഭാഗം ലുബ്ധന്മാരായ സമ്പന്ന വർഗമാണ്. ലുബ്ധന്മാരാണ്. 1 രൂപ ആവശ്യത്തിന് ചെലവഴിക്കുന്നവനല്ല, ഹറാമ് മാത്രം തിന്ന് രസിച്ച് സുഖിച്ച് ജീവിക്കുന്നവരാ. രണ്ടാമത്തെ വിഭാഗമാരാണ്? അല്ലാഹുവും റസൂൽ പറയുകയാ, ചോദ്യമില്ല, വിചാരണയില്ല, കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഡയറക്റ്റ് വലിച്ചെറിയപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? പുന്നാര നബി തങ്ങൾ പറയുകയാ, വത്തുജാറു ബിൽ കദിബി, കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരാണ്. കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരാണ്. ഒരുപാട് പേരുണ്ടല്ലോ, നന്മയിലും തിന്മയിലും ഉണ്ട് കച്ചവടം. ഫ്രീ ആയിട്ട് കിട്ടുന്ന മുസഹഫ് കൊണ്ടുവന്നിട്ട് പൈസയ്ക്ക് വിൽക്കുന്നവരുണ്ട്. പൈസ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നവരുണ്ട്. അതാണ് നന്മയുടെ കച്ചവടം. സി ഡി സുബ്ഹാനല്ലാ, പാവപ്പെട്ട അബ്ദുള്ള ഒരു കോപ്പി പോലും വെളിയിൽ പോകാതെ സൂക്ഷിച്ച് പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോക്കാരൻ്റെ DV കാസറ്റൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ ഭീമാപ്പള്ളിയിൽ 15 രൂപയ്ക്ക് ബാക്കവിയുടെ നരകം. അത് തികച്ച ഹറാമല്ലേ ഒരു കമ്പനി ചെയ്യുമ്പോൾ, അല്ലേ? ഇപ്പോൾ ബാംഗ്ലൂർ പ്രഭാഷണം, വലിയ പ്രസംഗം, ഒരുപാട് പേര് പങ്കെടുത്തു. ബാംഗ്ലൂരിലെ എൻ്റെ ആദ്യത്തെ പ്രസംഗം. അപ്പോൾ അവർ പറഞ്ഞു, സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ ഉസ്താദേ. ഞാൻ പറഞ്ഞു, ഇറക്കിക്കോളി ഇൻഷാ അല്ലാഹ്, പക്ഷേ പൈസ വാങ്ങാതെ നിങ്ങൾ കൊടുക്കണം. അവർ പറഞ്ഞു, ഉസ്താദിൻ്റെ പ്രസംഗം മാത്രമല്ല, PJ ജോസഫിൻ്റെ പ്രസംഗമുണ്ട്, തങ്ങമ്മാരുടെ പ്രസംഗമുണ്ട്, അവരുടെ സംഘാടകരുടെ പ്രസംഗമുണ്ട്, അപ്പോൾ അതൊക്കെയുണ്ട്. ബാക്കിയുടെ പ്രസംഗം 1 മണിക്കൂറേ ഉള്ളൂ. അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ശരി, ഫ്രീ ആയിട്ട് നിങ്ങൾ ഇറക്കിക്കോളൂ. അത് പരസ്യമൊക്കെ പിടിച്ച് ഫ്രീ ആയിട്ട് ഇറക്കാൻ സമ്മതം കൊടുത്തു. നാട്ടിൽ വന്നപ്പോൾ 75 രൂപ ഒരു ഡെസ്കിന്. പ്രസംഗ സ്ഥലത്ത് കൊണ്ടുവന്ന് വിൽക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഒരാൾ പോലും വാങ്ങരുത്. ജയ്ഹിന്ദ് TV-യിലൂടെ ഞാൻ ഈ വെള്ളിയാഴ്ച അത് പറയുകയും ചെയ്തു. കാരണം സഹോദരിമാരാണ് കാസറ്റ് ഇഷ്ടപ്പെടുന്നവർ. ബാംഗ്ലൂർ CD വാങ്ങിച്ചൊരു സുഖം നിങ്ങൾക്ക് വേണ്ട. കാരണം അത്ര വ്യക്തമായ രീതിയിൽ അതിൻ്റെ ഇടയിൽ വഞ്ചന നടന്നിരിക്കുകയാണ്. പാടില്ല പ്രിയപ്പെട്ടവർ, ആരെയും അങ്ങനെ വളരാൻ, ഹറാമ് വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഹറാമ് വളരാൻ അനുവദിച്ചുകൂടാ. ഹലാലായ വരുമാന രീതിയിലൂടെ ആരോ വരട്ടെ, നമുക്ക് സഹകരിക്കാം. ഹറാമ് വളർത്താൻ നമ്മൾ നിന്നുകൂടാ. നിങ്ങൾ പറയും, ആ രീതിയിൽ കച്ചവടം നടത്തിയിട്ട് ബാക്കി വിൽക്കുന്നോ നേട്ടമുണ്ട് എന്നല്ല. എൻ്റെ കാസറ്റിന് ഈ സമുദായം ആദരിക്കണം, ഗൗരവത്തോടു കൂടി കാണണം എന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് പരാതി പറയാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഒരു കാസറ്റ് കണ്ടല്ലോ, ഈ ഫാഷൻ യുഗത്തിലെ മുസ്ലിം സ്ത്രീകൾ അനുവാദമില്ലാതെ ഇറക്കിയ കാസറ്റാണ്. അതിൻ്റെ അകത്ത് ഖുർആനായത്ത് വെട്ടിമാറ്റിയിരിക്കുന്നു, ദിക്റുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം രാവിലെ വിളിക്കുക, ഹലോ നൗഷാദ് ബാക്കവിയല്ലേ, ബൽക്കീസ് രാജി കൊണ്ടുപോയ സിംഹാസനം കൊണ്ടുപോയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കൊടുത്ത ദിക്കർ ഏത്? ഞാൻ പറഞ്ഞു, ഏത് ബൽക്കീസ് രാജി, ഏത് ദിക്കർ? മറ്റേ ഫാഷൻ യുഗത്തിലെ മുസ്ലിം. ഇത് തന്നെ എനിക്ക് ജോലി. ഒരു ദിവസം 100 കോള് വന്നാൽ 99 എണ്ണം ഈ ദിക്കർ പറയാനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കുഴപ്പം? അത് വ്യക്തമായി ഈ ഞാൻ എഗ്രിമെൻ്റ് ചെയ്ത കമ്പനിക്കാർ കാസറ്റ് ഇറക്കുമ്പോൾ അടുത്ത് പോയി ഇരുന്ന് കേട്ട് എഡിറ്റ് ചെയ്ത് തമാശയൊക്കെ മാറ്റി, ലേലം വിളി, അതുപോലെ തന്നെ പിരിവ്, അതൊക്കെ 2 മണിക്കൂർ 90 രൂപ എടുത്ത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗം വേണ്ടേ? പിരിവിൻ്റെ കാസറ്റ് നിങ്ങൾക്ക് എന്തിനാ? അതൊന്നും ആരും ശ്രദ്ധിക്കൂല. വളരെ നിങ്ങൾ ഒരു 100 രൂപ കൊടുത്താൽ അതിൽ ഉപയോഗമുണ്ടാവണം, അതിന് നേട്ടമുണ്ടാകണം, അതിൻ്റെ ലാഭം. വല്ലാഹി ഇന്നുവരെ എത്ര വർഷമായി ആ കമ്പനിക്ക് ഞാൻ എഗ്രിമെൻ്റ് ചെയ്തു, 1 രൂപ കാസറ്റിൻ്റെ ലാഭമായിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൈസയായിട്ട് കൊണ്ടുതന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല.
വാങ്ങിച്ചിട്ടില്ല പ്രിയപ്പെട്ടവർ. നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം. ഈ ശബ്ദമടഞ്ഞാൽ 4 ദിവസം ഞാൻ പ്രസവിക്കാതിരുന്നാൽ എൻ്റെ ഫോണിൽ കോളുകൾ വരുന്നത് നിൽക്കും. എനിക്ക് ഉറപ്പാണ് ആ കാര്യം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എൻ്റെ മക്കളുമായി പന്ത് കളിച്ച് അവിടെ നിൽക്കും, ഒരു ബിസി ഉണ്ടാവില്ല. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഏതെങ്കിലും ഒരു കാസറ്റ് കച്ചവടക്കാരൻ അത് വിറ്റ് ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ആരും ശപിക്കാതെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ അകത്ത് ക്ലാരിറ്റിയുള്ള കാസറ്റായി. എന്നും ഖുർആനായത്ത് സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടന്ന് ചവിട്ടിത്തേക്കാനുള്ളതല്ല, സൂക്ഷിക്കാൻ വേണ്ടി ഗൗരവത്തോടു കൂടിയാണ് ആ പരിപാടി നടത്തുക. അതിനിടയിൽ കള്ളത്തരം കാണിക്കരുത്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു കച്ചവടക്കാരും, ഞാൻ ഇന്ന് ഈ സദസ്സിൽ ഒരു കച്ചവടക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒരാൾ ഒരു കാസറ്റും വിൽക്കൂല. അതുകൊണ്ട് കച്ചവടക്കാരോട് പറയുന്നു, എൻ്റെ കാസറ്റുകൾ മുഹമ്മദ് ഫർഹാൻ ഇസ്ലാം പബ്ലിഷ് പുറത്തിറക്കുന്ന കാസറ്റ് അല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നാൽ, അത് മുബാറക്ക് വീഡിയോ വിഷനാകട്ടെ, അത് വേറെ ഏത് വീഡിയോക്കാരാകട്ടെ, വാങ്ങരുത്. അതിലെനിക്ക് പൊരുത്തമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം നല്ലതുപോലെ കാര്യം മുമ്പോട്ട് നടക്കണം. അതിനു വേണ്ടിയാണ് വിലപ്പെട്ട സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും വന്നെങ്കിൽ പൊരുത്തപ്പെട്ടോ, ബാക്കി ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പോ കച്ചവടക്കാര് ഹറാമായ രീതിയിൽ പൊലിപ്പ് പറഞ്ഞിട്ട് ആ കച്ചവടം ഉണ്ടാക്കുക, അല്ലേ? അത് നേരെ മനുഷ്യനെ വഞ്ചിക്കലാണ്. ഏറ്റവും വലിയ ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നത് മനുഷ്യരെ വേദനിപ്പിക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഹറാമ് തിന്നുകയാണ്, മറ്റുള്ളവരെ വഞ്ചിച്ച് തിന്നുകയാണ്. കുത്തുബുൽ അഖ്താബ് ലൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാടെ ഒരു ചരിത്രമുണ്ട്. വിശന്ന് വലഞ്ഞുകൊണ്ട് അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹു വിശന്ന് വലഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുകയാ. ഒന്നുമില്ലല്ലോ പടച്ചവനെ കടിക്കാൻ വയറ് വല്ലാതെ വിശക്കുകയാ. നടന്നു പോകുമ്പോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുടെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോ ആ അരുവിയിലൂടെ മനോഹരമായ പഴുത്തുപോയ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാ. ആ അരുവിയുടെ ഭാഗത്തിരിക്കുകയാ. കാലുകൊണ്ടാ പഴമിങ്ങനെ തടഞ്ഞു വെക്കുകയാ, കൈകൊണ്ടാ പഴമിങ്ങനെ എടുക്കുകയാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ പഴമുരിഞ്ഞങ്ങ് കഴിക്കുകയാ. കഴിച്ചപ്പോഴാണ് ചിന്തിച്ചത്, റബ്ബേ പടച്ചവരെ, ഇതാരുടെയെങ്കിലും അവകാശത്തിൽപ്പെട്ടതാണോ? ഇതാരെങ്കിലും വഞ്ചിച്ചതാകുമോ, പറ്റിച്ചതാകുമോ? ഞാൻ കഴിച്ചത് ഹറാമല്ലേ? നാളെ അള്ളാന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വിചാരണയില്ലാതെ, ഹിതാബ് നോക്കാറ്, തൂക്കി നോക്കാറ്, അളന്ന് നോക്കാറ്, നേരെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വിഭാഗത്തിൽ പെടുമ അല്ലാ എന്ന് ഭയന്നുകൊണ്ട് ആ പുഴയുടെ ഏത് ഭാഗത്തു നിന്നാണോ പഴമൊഴുകി വന്നത് ആ ഭാഗത്തേക്ക് നടന്നു പോവുകയാ. നടന്ന് കുറെ ദൂരത്ത് ചെല്ലുമ്പോ ആ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പടുത്ത പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായ വൃക്ഷങ്ങൾ കാണുകയാ. ഉറപ്പിച്ചു, റബ്ബേ, ഈ പഴവർഗ്ഗത്തിൽ നിന്ന് തന്നെയാണ്, വൃക്ഷത്തിൽ നിന്ന് തന്നെയാണ് ഈ പഴം വീണത് അല്ലാ. അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുക. നരകത്തെ പേടിച്ചുകൊണ്ട് പോണുണ്ടോ? എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ നക്കിയാ പോരാ. കച്ചവടം ചെയ്താലും ഹറാമായ രീതിയിലാണ് അതിൽ പണം വരുന്നതെങ്കിൽ രക്ഷയില്ല പ്രിയപ്പെട്ടവർ. എത്രയോ പലിശക്കാരുണ്ട്. പറയുന്നുണ്ട്, ഞാൻ സമയക്കുറവാണെങ്കിലും നിങ്ങളൊന്ന് സഹകരിക്കും. ക്ഷീണമുണ്ട്, അത് മറന്ന് നിങ്ങളോട് പറയുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ കാണാൻ ചെല്ലുകയാണ്. തോട്ടത്തിൻ്റെ ഉടമസ്ഥനാരെന്ന് കണ്ടെത്തി അയാൾ അടുത്തു പോയിട്ട് പറഞ്ഞു, പൊരുത്തപ്പെട്ട് തരണം, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പുഴയിലേക്ക് വീണുപോയ ഒരു പഴം ഞാൻ കടിച്ചുപോയി, നിങ്ങളുടെ പൊരുത്തം വേണം. ആ തോട്ടത്തിൻ്റെ യജമാൻ അത്ഭുതം തോന്നിപ്പോയി. കാരണം എന്തേ? ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ലോകത്തെ ആദ്യത്തെ ആൾ ഒരാളും ചോദിച്ചിട്ടില്ലല്ലോ. ഒരാളും. എത്രയോ പേര് ഒഴുകിപ്പോവല്ലേ, വീണിട്ട് ഒഴുകിപ്പോവല്ലേ. വഴി കിടക്കുന്ന മാങ്ങ നമ്മൾ എത്ര കഴിക്കുക, അല്ലേ? ഒഴുകിപ്പോവല്ലേ. അതെടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി ചോദിക്കണമെങ്കിൽ ഇയാളുടെ ഈമാൻ എത്രയാ? മനസ്സുകൊണ്ട് സന്തോഷം തോന്നി. ആ പ്രിയപ്പെട്ട മുതലാളിയായ മനുഷ്യനും ഈ വന്ന അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, 3 മാസം എൻ്റെ തോട്ടത്തിൽ വെള്ളം ഒഴിക്കണം പറ്റുമെന്ന് ചോദിച്ചു. 3 മാസം, 1-2 അല്ല, 3 മാസം. ഒരു പഴം തിന്നതിന് പകരമാണ്. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒരുത്തൻ ചോദിക്കാൻ വന്നപ്പോൾ പിന്നെ വലിയ പോരാ അവിടെ നിന്ന്. ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതിടാ, ഞാൻ വന്നല്ലോ, അസ്സലാമു അലൈക്കും വരെ എന്ന് പോകും. നമ്മളെ സ്വഭാവം ഇതാ. പരീക്ഷണം അള്ള തുടങ്ങിയാൽ അള്ള തോറ്റു പോകും, അല്ലേ? ആ രീതിയിലാണ് നമ്മളെ സ്വഭാവം. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 മാസം തോട്ടം നോക്കാൻ പറ്റുമോ ഒരു പഴം തിന്നതിന് പകരം? നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത്
അതാണല്ലോ റബ്ബേ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് പടച്ചവരെ തോട്ടം സംരക്ഷിക്കലാ. 3 മാസം തോട്ടം നോക്കി. ഡേറ്റ് കഴിഞ്ഞപ്പോൾ നേരെ വരികയാണ്. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു മുതലാളിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തോട്ടമൊക്കെ നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞു, ആ ഒരു പഴത്തിന് പകരം പൊരുത്തം തരണം, ഞാൻ പോവാണ്. അപ്പോൾ അത്ഭുതത്തോടു കൂടി മുതലാളി പറഞ്ഞു, അങ്ങനെ പൊരുത്തം തരാൻ പറ്റൂല. എനിക്കൊരു മോളുണ്ട്, ആ മോളെ നിക്കാഹ് കഴിക്കണം, സമ്മതമാണോ? നമ്മളാണെങ്കിൽ പറഞ്ഞു പിന്നെ എപ്പോൾ കെട്ടിയത് ചോദിച്ചാൽ മതി, ഇറക്കി വിടിഞ്ഞോട്ട്. 3 മാസത്തിന് മുമ്പ് പറഞ്ഞെങ്കിൽ തോട്ടത്തിൽ തന്നെ മണവറ കെട്ടായിരുന്നല്ലോ എന്നാ. ഒരു പഴത്തിന് ഒരു പെണ്ണാണെങ്കിൽ കൊല കേറിയിരുന്ന് തിന്നൂലേ അല്ലേ? ഒരു പഴത്തിന് ഒരു പെണ്ണാണെങ്കിൽ കൊലയോടുകൂടി തിന്നൂലേ ആചാരെ, ഇറക്കി വിട് എന്ന് പറയില്ലേ? ഇതങ്ങനത്തെ പെണ്ണല്ല. ഇയാൾ പറഞ്ഞു ആ പെണ്ണിന് 2 കണ്ണുകളില്ല, ആ പെണ്ണിന് 2 കൈകളില്ല, ആ പെണ്ണിന് 2 കാലുകളില്ല. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ഞെട്ടിയില്ല, കോടത്തൂരുകാരായ നിങ്ങൾ ഞെട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ വേണ്ട, പഴം വേണ്ടായിരുന്നു. കണ്ണുമില്ല, കയ്യുമില്ല, കാലുമില്ല, കാതുമില്ല, പിന്നെന്തേ ഒരു മാംസക്കട്ട അല്ലേ? ഒരു മാംസക്കട്ട, അതിനാർക്ക് വേണം? തൻ്റെ പൊരുത്തം വേണ്ടവുക എന്ന് പറഞ്ഞിട്ട് പോവില്ലേ? അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്തിക്കാളുന്ന നരകത്തിലേക്ക് പൊരുത്തമില്ലാത്ത പഴം തിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പറയുന്ന മാംസപിണ്ഡത്തെ കെട്ടി ജീവിക്കലാണ്. അത്രക്ക് പേടിയായി എനിക്ക് നരകത്തെ. കണ്ടോ പ്രിയപ്പെട്ടവരെ, അത്രക്ക് പേടിയാ നരകത്തെ. കത്തിക്കാളുന്ന നരകത്തെക്കാളും നല്ലത് നിങ്ങൾ പറയുന്ന മാംസപിണ്ഡത്തെ കെട്ടല, എനിക്ക് സമ്മതമാണ്. മുതലാളിക്ക് അത്ഭുതം തോന്നി. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് അന്ന് പെണ്ണ് കാണലില്ല. ഇന്ന് പെണ്ണ് കാണാൻ പോയാൽ പേരെന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് സിം ഏതെന്നാ ചോദിക്കുക. സിം ഏതാണ്? ഫ്രീ കോളാണോ? ഏത് പാട്ടായിട്ടിരിക്കുന്നത്? ഇതൊക്കെ ചോദിക്കും അല്ലേ? പാതിരാ സമയത്ത് പെണ്ണ് കാണാൻ പോയിട്ടൊന്നും പിന്നെ ഉറക്കമില്ല. എത്ര വരെ പഠിച്ചു? SSLC വരെ പോളൂ, കണ്ടാൽ B.Ed എന്ന് തോന്നും പറയില്ലേ അല്ലേ? എന്നിട്ട് ഉറക്കമില്ലാതെ കിന്നാരം പറഞ്ഞ് കല്യാണത്തിൻ്റെ ഉള്ള രസം കളയും. ഇതാണ് നമ്മുടെ ആണുങ്ങളുടെ സ്വഭാവം. പ്രിയമുള്ളവരെ, ഓർമ്മിച്ചു വെച്ചുകൊള്ളുക. അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആ പെണ്ണിനെ ഞാൻ കെട്ടാം. പെണ്ണിനെ കണ്ടില്ല, നിക്കാഹ് നടക്കുകയാണ്. പെണ്ണിനെ കാണാൻ നിർബന്ധമില്ലല്ലോ, നിക്കാഹ് നടക്കുകയാണ്. അബൂ സാലിഹ് റളിയല്ലാഹു തആല അൻഹു നിക്കാഹ് കഴിഞ്ഞിട്ട് മണവറയിലേക്ക് കടന്നു ചെല്ലുകയാ. ആ മണവറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അൽഹംദുലില്ലാഹ്, ആ മുതലാളി അലങ്കരിച്ചിരിക്കുന്ന സുന്ദരമായ മണിയറക്കകത്ത് ഒരു പുതുപെണ്ണിരിക്കുകയാ. ലോകത്തതുപോലെ ഒരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ്, അബൂ സാലിഹ് അത്ഭുതപ്പെടുകയാണ്. എന്തോ ഒരു കണ്ണുകളാ, എന്തോ ഒരു അഴകാണ്, എന്തോ ഒരു സൗന്ദര്യമാണ്, എന്തോ ഒരു ഭംഗിയാണ്. മണവറക്കകത്തിരുന്ന് ഇറങ്ങി ഓടുകയാ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു. ഇറങ്ങി ഓടുകയാ. എന്തിനാ? പെണ്ണ് മാറി എന്ന് പറയാൻ. അപ്പോഴേ പറയണ്ടേ, നിങ്ങൾ കയ്യും കാലും ഇല്ലാന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പെണ്ണെ കൊണ്ടിരുത്തിരിക്കുന്നു, മാറിപ്പോയി തങ്ങളെ പറയാൻ വേണ്ടി ഇറങ്ങി. നമ്മളാണെങ്കിലോ മാറിയാലും കുഴപ്പമില്ല, രാവിലെ പറയാം. മാറിയത് എന്തായാലും മാറി, ഇനിയിപ്പോൾ രാവിലെ പറയാം, എന്തായാലും മാറി. ഇനിയിപ്പോൾ അത് പറഞ്ഞ് ഇനി കൊളാക്കണ്ട. ഇനിയിപ്പോൾ ഇനി വേറെ കയ്യില്ലാത്തതിനൊക്കെ തിരക്കാൻ പോ, രാത്രി ഇരിക്കട്ടെ, അള്ളാഹുവിൻ്റെ വിധി എന്ന് പറഞ്ഞ് കൈ കൊടുക്കൂലേ? നമ്മുടെ സ്വഭാവം അതാ. നരകവും സ്വർഗമൊക്കെ അവിടെ കിടക്കും. രാവിലെ തൗബ ചെയ്യാൻ ഉസ്താദെ അസ്സലാമു അലൈക്കും എന്ന് പറയും. അത്രേ ഉള്ളൂ. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് പറയാൻ, മാറിപ്പോയി, അതുകൊണ്ട് നിങ്ങളൊന്ന് പരിഗണിക്കണം, നിങ്ങളൊന്ന് നോക്കണം. അതാണോ? ആ സമയത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിനെ 2 കൈയങ്ങോട്ട് വിരിച്ചിട്ട് ആ മുതലാളി വാരിപ്പുണരുകയാ. എന്നിട്ട് പറയുന്ന, താങ്കളെ പോലെ അല്ലാഹനെ പേടിക്കുന്ന, നരകത്തെ ഭയന്ന് വിറയ്ക്കുന്ന ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എൻ്റെ മോൾക്ക് കണ്ണില്ലെന്ന് ഞാൻ പറഞ്ഞത് ഹറാമ കണ്ട കണ്ണില്ല, ഹറാമ കേട്ട കാതില്ല, ഹറാമ ചെയ്ത കൈയില്ല,
ഹറാമിലേക്ക് നടന്നു പോയ കാലില്ല. അവള് സ്വർഗത്തിന്റെ മുത്താ, സ്വർഗത്തിന്റെ മുത്താ. ഈ പെണ്ണിനെയാണ് നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞു പോയ ആ ദമ്പതികളിൽ നിന്ന് ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്താ? ഇത്രത്തോളം സൂക്ഷിച്ച് ജീവിച്ച ആ ദമ്പതികളുടെ ഒന്നാമത്തെ കുട്ടിയുടെ പേരെന്താ? ഇന്നും എൻ്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നവര് വീട്ടിൻ്റെ അകത്തിരുന്ന് പാടുമല്ലോ, അല്ലാ തീരു പേരും തുതിയും സോലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത് വേദാന്തർ ആലമുടയവർ ഏകലരുളാലേ. അല്ലാഹുവേ, എത്ര ഭംഗിയാണ്, എത്ര രസമാണ്, എത്ര ബറക്കത്താണ്, എത്ര ആനന്ദമാണ്. ഖുത്ബുൽ ഖത്താബ് അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ബഗ്ദാദിന്റെ രാജാവേ ഖുത്ബുൽ ഖത്താബ് ഔസുൽ അലമേ മുഹ്യിദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ് അവരുടെ ഒന്നാമത്തെ പുത്രൻ. പിന്നെ എങ്ങനെ ഔലിയാക്കളുടെ സുൽത്താനാകാതിരിക്കും? വാപ്പ പോയ വഴിയേ, ഉമ്മ പോയ വഴിയെ, അതിനേക്കാളേറെ മഹത്വമുള്ള സ്വർഗത്തിന്റെ കാൽപാദങ്ങളുമായി ആ വിലായത്തിന്റെ പദവിയിലേക്ക് പറന്നുപോയ പൊന്നുമോൻ. ഇന്ന് മുഹീദ്ദീൻ മാല അണ്ണാച്ചിപ്പാട്ട്, അവൻ്റെ വാപ്പാടെ അണ്ണാച്ചിപ്പാട്ട്, മുഹീദ്ദീൻ മൗലിദ് വേണ്ട. ഈ ഇരിക്കുന്ന ബഷീറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ ഡിസർട്ടിൽ എന്നെ കൊണ്ടുപോയപ്പോൾ, മരുഭൂമിയിൽ കൊണ്ടുപോയി വണ്ടി ഓടിച്ച പോലെ അതിനകത്തൊരു കാസറ്റ് കിടന്നു. ഞാൻ സെറ്റിൻ്റെ ഇടയിൽ ഒരു പാട്ട് കേട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് ഞെക്കി കൊടുത്തു. അപ്പോൾ അതിനകത്ത് കേൾക്കുന്നത് എന്താ? ആകാശത്തും മേലെ ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരെ ഉള്ളോവർ. ഇതാണ് കേൾക്കുക. ഞാൻ പറഞ്ഞെടാ ഇവിടെ നിനക്ക് ഇത് തന്നെ പരിപാടി. പറഞ്ഞല്ലോ സാറേ, ഇതൊരു കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖമാണ്. സംസ്കാരം കൂടെ വേണം, അത് വേറെ കാര്യം. കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖമാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ എത്ര കോപ്പി ഇതിൻ്റെ കയ്യിലുണ്ട്? കോപ്പിയൊന്നുമില്ല, ഒരു 10-20 ഉണ്ടായിരുന്നു. കുറേ സായിപ്പന്മാർ വണ്ടി കയറാൻ വന്നപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയായിരിക്കുന്നല്ലോ എന്ന്, മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞപ്പോൾ ബഷീർ കോപ്പി എടുത്ത് അമേരിക്ക കൊടുത്തയച്ചിരിക്കുക മുഹീദ്ദീൻ മാല. ഇവിടെ ഉള്ളവന്മാരൊക്കെ വേണ്ട അല്ലേ? ഇനി അവിടെ അങ്ങോട്ട് ചെല്ലും, അമേരിക്കയിൽ വിസ എടുത്ത് ചെല്ലുമ്പോൾ അവിടെ പോയി സായിപ്പന്മാരെ പോയി അത് ചെറുക്കെന്ന് പറഞ്ഞാൽ കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കുവന്മാർ. അത് കേട്ട് സുഖിച്ചിങ്ങനെ ഇരിക്കാൻ. അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. എന്താണ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്താ? അതൊക്കെ ആര് പറഞ്ഞാലും അംഗീകരിക്കൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എന്തേ? കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്രയും കാലം ഉസ്താദുമാരും നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി ഒരു കീറ വാക്കവിയാണെന്ന് പറഞ്ഞാൽ കേൾക്കൂല, ഉറപ്പാ. പക്ഷേ നിങ്ങൾ കേൾക്കുകയോ ഓതുകയോ പാടുകയോ എന്തുകൊണ്ട് ചെയ്തോ? ഖുത്ബുൽ ഖത്താബിൻ്റെ ചരിത്രം പറയാതിരിക്കാൻ സൗകര്യമുള്ളവർ ഓതിയാൽ മതി. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാടെ ചരിത്രം കണ്ടു. ഒരു പഴം മോശമായ രീതിയിൽ ഹറാമായ വഴിയിലൂടെ കഴിച്ചു പോയാൽ അല്ലാഹുവേ കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ എന്ന് പേടിച്ച് ഭയന്ന് നിലവിളിച്ച് കരഞ്ഞു പോയത്രേ. അതിന് പകരം ആ സൂക്ഷ്മതയ്ക്ക് അല്ലാഹു കൊടുത്ത നേട്ടം നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു കൊടുത്ത നേട്ടം നിങ്ങൾ കണ്ടില്ലേ? പേടിക്കണം. വത്തിച്ചാറുബിൽ കദിബി, കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്ത് ഭാര്യയും മക്കളെ നോക്കിയെന്ന് വീമ്പിളക്കിയാ പോരാ. ഹറാമ് കൊടുത്താൽ അവർ പോലും നാളെ നിനക്കെതിരാകും. പലിശ എത്ര മാരകമായ വിപത്താണ്. പറയാൻ പേടിയാ, അത് ഉപയോഗിക്കാൻ പേടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അതിന്റെ എല്ലാ മേഖലയും ഹറാമാണെന്ന് പറഞ്ഞില്ലേ? മാറാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് പറയുന്നത് ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നില്ല, പൈസ വാടകയ്ക്ക് കൊടുക്കുകയാണ് ഉസ്താദേ. പൈസ വാടക 1000 രൂപ വാടകയ്ക്ക് കൊടുത്ത് വൈകുന്നേരം വാടക 100 രൂപ വാങ്ങിക്കും. 1000 രൂപ വാടക. പലിശയൊന്നും പറയുന്നില്ല, അത് ഹറാമാണ്. അങ്ങനെ രൂപവും പേരും ഭാവവും മാറ്റിയാലും ഹറാമ് തന്നെയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും ഖബറിന്റെ അകത്ത് ശിക്ഷ മുടങ്ങിയ ചരിത്രം നിങ്ങൾക്കറിയാം. വിശദീകരിച്ച് പറയാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പള്ളിക്കകത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭയാനകരമായ പള്ളിക്കകത്ത്, ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്തുള്ള പള്ളിക്കകത്ത് ഇന്നത്തെ പോലെ വെളിച്ചമില്ലാത്ത, ഫാനില്ലാത്ത
ഒരാൾ പോലും ഒരുപാട് ജനത്തിരക്കില്ലാത്ത ഭയാനകരമായ വനാന്തരത്തിന്റെ ഉള്ളറയിലുള്ള പള്ളി. ആ പള്ളിക്കകത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത്തിക്കാഫിരിക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, അല്ലാഹ് എന്റെ വാപ്പാന്റെ ഖബർ ഈ പള്ളിയുടെ ഖബർസ്ഥാനിലല്ലേ, റമദാന്റെ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദറിന്റെ രാവല്ലേ, ഒന്ന് പോയി ദുആ ചെയ്തിട്ട് വരാം. എന്തോ ഒരു ഭാഗ്യമുള്ള ഉപ്പയാണ്. ഇന്ന് ഞാൻ ദുആ ചെയ്തല്ലോ. ഇന്ന് ഞാൻ ദുആ ചെയ്യാൻ കോടത്തൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയിരുന്നു. കുറച്ച് സഹോദരങ്ങൾ പറഞ്ഞു, ഉസ്താദേ ദുആരക്കണം, എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ആ ഖബർ എവിടെയെന്ന് ചോദിക്കാൻ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ 5 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പൊന്നുമോനാണ് ആദ്യം പോയിട്ട് ഖബർ കാണിച്ചു തന്നത്. സന്തോഷം തോന്നിപ്പോയി പ്രിയപ്പെട്ടവരെ. ആ പൊന്നുമോൻ പറഞ്ഞത് ഉപ്പാപ്പയാണ്, ഇത് ഉമ്മാമയാണ്. അങ്ങനെയുണ്ടോ നമ്മുടെ കുടുംബത്തിനകത്ത്? അടക്കപ്പെട്ട വാപ്പാന്റെ ഖബർ മക്കൾ പോലും മറന്നു പോകുന്ന കാലഘട്ടമോ. 5 വയസ്സുള്ള പൊന്നുമോൻ വന്നിട്ട് കാണിച്ചു തരികയാ, എന്റെ ഉപ്പപ്പാന്റെ ഖബറാ, ഇതെന്റെ ഉമ്മാന്റെ ഖബറാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പാടെയും ഉമ്മാടെയും ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണയല്ല, ആ പൊന്നുമക്കളെ രക്ഷപ്പെടുത്തണയല്ല. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വാപ്പാടെ ഖബറിന്റെ അടുത്തേക്ക് പോവാ. കുറ്റാക്കുറ്റിരിട്ടാട് ഈ പാടത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ലൈറ്റെല്ലാം അങ്ങ് ഓഫാക്കി പോയാ, ഒരു മിന്നാമിനിങ്ങന്റെ വെളിച്ചം പോലും ഇല്ലാത്ത ഇരുട്ട് വന്നു പോയാ. റബ്ബേ, ഇതുപോലെ ഖബറിന്റെ അകത്ത് കിടക്കും ആരാ പടച്ചോരേ ഉള്ളത്? ചിന്തിക്കുമെന്നേ. കുങ്കുമപ്പൂ നിർത്തിവെക്കുമോളെ, റിയാലിറ്റി ഷോ നിർത്തിവെക്കുമോളെ. ഒരു മണ്ണാകട്ടയും നമുക്ക് വേണ്ട, ഒരു സുഖവും നമുക്ക് വേണ്ട, ഒരു ആഹ്ലാദത്തിന്റെ ചുവടുകളും നമുക്ക് വേണ്ട. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലോ എന്റെ നരകത്തെ പേടിച്ചിരുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വാപ്പാടെ ഖബറിന്റെ അടുത്തുനിന്ന് ദ്വാരക്കുമ്പോ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. ജീവനോടെ പച്ചയായിട്ടൊരു സഹോദരന്റെ ശരീരം വെട്ടിയെറിയുമ്പോ, വെട്ടിമുറിക്കുമ്പോ എന്ത് ശബ്ദം കേൾക്കുമോ അതുപോലെ ശബ്ദം കേൾക്കുകയാണ്. അല്ലോ 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 എന്ന നിലവിളി കേൾക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പഴയ ഖബറിന്റെ അകത്ത് നിന്നാ നിലവിളി. ആളിന്റെ അകത്ത് കാണാൻ കഴിയുന്നില്ല. അടുപ്പ് ചെന്നപ്പോ നിലവിളി നിൽക്കുകയാ. ബഹുമാനപ്പെട്ടവര് ദുആ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോയി. സുബഹി നിസ്കാരത്തിന് വന്നവരിൽ ഒരു പ്രിയപ്പെട്ട ഉപ്പയെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഒരു ഖബർ ഞാൻ കാണിച്ചു തന്നോ, അതാരുടെ ഖബറാണെന്ന് പറയുമോ ഉപ്പാ? ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, ഒരു 30 കൊല്ലത്തിനകത്ത് അടക്കപ്പെട്ട എല്ലാവരുടെയും ഖബർ എവിടെയാണ്, അതാരാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഭയാനകരമായ നിലവിളി. റമളാൻ മാസവാ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയുന്ന രാത്രി. അല്ലാഹു നമുക്ക് ലൈലത്തുൽ ഖദർ തരട്ടെ. ഈ റമളാൻ മാസത്തിൽ ഒറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ ചങ്ങരംകുളത്ത്. ഡേറ്റ് ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അത്ര വലുതാണ്. അത്രത്തോളം മലക്കുകൾ റഹ്മത്തുകൾ ഇറങ്ങുന്ന രാത്രിയിൽ പോലും ഖബറിന്റെ അകത്ത് അദാബ് ഭയന്നു പോയി. ആ ഉപ്പയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ഖബറിൽ നിന്നാണ് നിലവിളി കേട്ടത്, ആരുടെ ഖബറാണ്? ആരുടെ ഖബറാണ്? ആ പ്രിയപ്പെട്ട ഉപ്പ പറയുന്ന, തെറ്റിപ്പോയി തങ്ങളെ, ഈ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി കേൾക്കാൻ സാധ്യതയില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ ആ ഉപ്പ പറയുന്ന, നിസ്കാരമുള്ള, നോമ്പ് പിടിക്കുന്ന, അല്ലാഹുവെ പേടിച്ച് ജീവിച്ചവനാ. ഇല്ല ഉപ്പ, ഇല്ല, ഇതിന്റെ അകത്തിരുന്ന് തന്നെയാ നിലവിളി കേട്ടത്, മാറിപ്പോയിട്ടില്ല. ആ പ്രിയപ്പെട്ട ഉപ്പ അവസാനം പറയുന്നു, തങ്ങളെ, എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമാണ്. ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി അവസാന സമയത്ത് കൃത്യമായി നിസ്കാരോ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവസാന സമയത്ത് ദാരിദ്ര്യം വന്നപ്പോ കച്ചവടത്തിന് കടയിൽ പോയിരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ ഉള്ള കാശുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തു. തങ്ങളെ, കൊടുത്തൂരിന്റെ സരസിൽ വന്നിരിക്കുന്നവരെ, റമളാൻ മാസത്തിൽ പോലും ആശ്വാസമില്ലടാ. ഖബറിന്റെ അകത്ത് അടക്കയിട്ട് 30 വർഷം കഴിഞ്ഞു. റമളാന്റെ രാത്രിയിൽ പോലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിലിട്ടല്ല ഇളക്കുകയാണ്.
റബ്ബേ അത് മനസ്സിലാക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. എത്ര പറഞ്ഞാലും കേറാത്ത തലച്ചോറിൽ എത്ര പാല് കേട്ടാലും പുറം ചെവിയിലൂടെ അപ്പുറത്തെ ചെവിയിലൂടെ തട്ടിക്കളയുന്ന സമുദായത്തിന് അല്ലാഹ് കത്തിക്കാളുന്ന നരകമെങ്കിലും മനസ്സിന്റെ അകത്ത് ഉറപ്പിക്കുന്ന ചിന്തയാക്കണേ അല്ലാഹ്. റമളാൻ മാസത്തിൽ ഇത്രത്തോളം അനുഗ്രഹമുള്ള രാത്രിയിൽ പോലും ഒരു നേരിയ ആശ്വാസം പോലും കിട്ടാതെ അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാരുമ്മമാര് ഖബറിലാണ്. ഞങ്ങളെ വളർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടവരാണ്. ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ചെന്നപ്പോൾ പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഉപ്പ ഒരു ഇൽമും ഇല്ലാതെ മരിച്ചുപോയി, ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞില്ല, സുജൂദ് എത്ര ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, ഉപ്പാക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹു ആ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സമയക്കുറവാണ്. മൂന്നാമത്തെ നരകത്തിലേക്ക് ഡയറക്റ്റ് കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? അൽ ഉലമാ ഉബിൽ ഹസദി, അസൂയയുള്ള മൗലിയന്മാരാ. എനിക്ക് എൻ്റെ കൂടെ പ്രസംഗിക്കുന്നവരോട് അസൂയ ഉണ്ടെങ്കിൽ ഞാൻ എത്ര വാള് പറഞ്ഞാലും എൻ്റെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രസംഗവും ശൈലിയും പാഠവുമൊക്കെ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാ. മാറി നിന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അല്ലേ? എത്ര പേരുണ്ടെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസംഗത്തെ ഏറ്റവും അധികം വിമർശിക്കുന്നത് സാധാരണക്കാരായ നിങ്ങളല്ല, തലേ കെട്ടിയിട്ട് മൂല്യാക്കന്മാരാ. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നാളെ പോയിട്ട് നിങ്ങളുടെ സ്വന്തം മഹലിലെ ഏത് മഹലിലെ ഉസ്താദാകട്ടെ നിങ്ങൾ പോയിട്ട് പറഞ്ഞു നോക്കി. ഇന്നലെ നമ്മൾ ബാക്കവീരെ വാത് വെക്കാൻ പോയിരുന്നു.